ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മിക്സ്ഡ് വെജിറ്റബിൾ തോരനാണ്. ഒരു മെഴുക്ക് പുരട്ടിയും കൂടിയാണിത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഈ ഒരു മെഴുക്ക് പുരട്ടി മാത്രം മതി. ഇന്ന് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് 4ആയി മുറിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഏകദേശം 7-8 ചെറിയ ഉള്ളിയോളം എടുത്തിട്ടുണ്ട്. അത് ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതുപോലെ തന്നെ പയറുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ ഒരു വെജിറ്റബിൾ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഏത് വെജിറ്റബിൾസ് ആയാലും അതിൻ്റെ ആ ഒരു വെന്ത് വരാനുള്ള ആ ഒരു സമയം മാത്രമേ നമുക്ക് എടുക്കുകയുള്ളൂ. ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് വെന്ത് വരാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഉരുളക്കിഴങ്ങിന് കുറച്ചൊന്ന് വേവ് കൂടുതലായതുകൊണ്ട് ഞാനിവിടെ 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ആ ഒരു മുളകും മഞ്ഞളൊക്കെ ഒന്ന് പിടിക്കണ രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ അത് അതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കറക്റ്റ് ആ ഒരു പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ ചിരവിയത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ചിരവിയതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ആവി കയറിയാൽ മതി. നമ്മുടെ ആ ഒരു മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ നമുക്ക് ഏത് വെജിറ്റബിൾസ് ആയാലും ഈ ഒരു രീതിക്ക് പ്രിപ്പയർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. കിഴങ്ങൊക്കെ ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുക്ക് ചെയ്യണ സമയത്ത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ കിഴങ്ങൊന്നും പെട്ടെന്ന് വെന്ത് വരില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്